തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ താരവുമായ ദളപതി വിജയുടെ മകൻ ജേസൺ സഞ്ജയ് സിനിമാ സംവിധാനത്തിലേക്ക് സിഗ്മ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന ജേസൺ ഭാവിയിൽ താനൊരു നടനായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്ന സൂചനകളും നൽകുന്നുണ്ട്. ചിത്രത്തിന്റെ വിശേഷങ്ങളും ജേസന്റെ സിനിമാ സ്വപ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സൂപ്പർ താരത്തിന്റെ മകൻ അഭിനയത്തിന് പകരം സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന സിഗ്മ എന്ന ചിത്രത്തിലൂടെയാണ് ജേസൺ സഞ്ജയ് സംവിധായകനാകുന്നത്. ഇതിനിടെ ആനന്ദ വികടന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ തന്റെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് ജേസൺ മനസ്സു തുറന്നു. തനിക്ക് 20 വയസ്സുള്ളപ്പോൾ പ്രേമം സിനിമയുടെ സംവിധായകൻ അൽഫോൺസ് പുത്രൻ ഒരു വേഷം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അന്ന് താനത് നിരസിക്കുകയായിരുന്നുവെന്ന് ജേസൺ വെളിപ്പെടുത്തി. അതേസമയം സിഗ്മയുടെ പ്രൊമോഷണൽ വീഡിയോയിൽ ജേസൺ പ്രത്യക്ഷപ്പെട്ടത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. തന്നിലെ അഭിനയ മോഹമാണ് ഇതിന് പിന്നിലെന്നാണ് ജേസൺ പറയുന്നത്. സിനിമയുടെ കഥയുടെ ഭാഗമല്ലാത്തതിനാൽ കേവലം ഒരു രസത്തിന് വേണ്ടിയാണ് ഈ പാട്ടിൽ അഭിനയിച്ചത്. ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക, സിനിമയുടെ പ്രമേയത്തെയും ശൈലിയെയും കുറിച്ച് ഒരു ധാരണ നൽകുക എന്നിവയാണ് പ്രൊമോഷണൽ ഗാനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാലാണ് ഞാൻ അതിൽ ചുവടുവെച്ചത്, ജേസൺ വ്യക്തമാക്കി. ഒരു സംവിധായകൻ സെറ്റിൽ അഭിനേതാക്കൾക്ക് രംഗങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അയാൾക്കുള്ളിലെ നടൻ പുറത്തു വരുമെന്നും ജേസൺ പറയുന്നു. എന്നാൽ നിലവിൽ തന്റെ പൂർണ്ണ ശ്രദ്ധ സിഗ്മയുടെ റിലീസിലാണെന്നും ചിത്രം വിജയമാക്കി തീർക്കുകയെന്ന വലിയ ഉത്തരവാദിത്തമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമ പുറത്തിറങ്ങിയ ശേഷം മാത്രമേ അഭിനയ രംഗത്തേക്ക് കടക്കണമോ അതോ സംവിധാനത്തിൽ തുടരണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്നും ജേസൺ വ്യക്തമാക്കി. സന്ദീപ് കിഷൻ, ഭരിയ അബ്ദുള്ള എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സിഗ്മ ജൂലൈ 31 തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ മാസങ്ങളായി റിലീസ് നീണ്ടുപോയ ദളപതി വിജയുടെ ജനനായകൻ എന്ന ചിത്രം ജൂലൈ 23 റിലീസ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ സിഗ്മയുടെ റിലീസ് തീയതി മാറ്റിവെച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.